2024 ജൂലൈ 30 നേരം പുലർന്നത് കേരളത്തിന്റെ നെഞ്ചി പുലർക്കുന്ന രണ്ട് വാർത്തകളുമായാണ്. ഒന്ന്, വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. രണ്ട്, കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ. ആളപായം കുറവാണെങ്കിലും വലിയ നാശനഷ്ടമുണ്ടായതായിരുന്നു വിലങ്ങാട്ടെ ഉരുൾപൊട്ടലും. നിരവധി കുടുംബങ്ങൾ വഴിയാധാരവുമായി. ആ ഒരു ദിവസത്തെ ഓർമ്മകൾ പങ്കുവെക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അതിൻ്റെ നേരിട്ട് ദുരിതം അനുഭവിച്ച ഡൊമിനിക് ആണ്. എന്തായിരുന്നു അന്ന് ഉണ്ടായ ഒരു സംഭവം? അന്ന് 30-ാം തീയതി പുലർച്ചെ ഏകദേശം ഒരു 2:30 കൂടിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ഇവിടെ ഈ കാണുന്നതാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു 14 വീട്ടുകാരോളം പൂർണ്ണമായിട്ടും വീട് പൂർണ്ണമായിട്ടും ഒലിച്ചുപോയി. ഞങ്ങളൊക്കെ 2 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. ഇത് ഇപ്പോഴും അത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പിന്നെ ഏതായാലും ചൂരൽമലയിൽ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ട് വിലങ്ങാടിനെ എല്ലാവരും ഉപേക്ഷിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ശേഷമാണ് വിലങ്ങാട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ളത് ശരിക്കും പറഞ്ഞ ചാനലുകാരും മറ്റുള്ളവരും ഒക്കെ എന്ത് ചെയ്ത് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതിൽ ഇവിടെ ജീവഹാനി എന്ന് പറഞ്ഞ ഒരാൾക്ക്, മാത്യു മഹേഷ് എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമേ ജീവഹാനി സംഭവിച്ചുള്ളൂ. ബാക്കി എല്ലാവരും എന്തോ ദൈവകൃപയാൽ എല്ലാവരും രക്ഷപ്പെട്ടു. ആർക്കും കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ ഞാനും എൻ്റെ വീട്ടിൽ 6-7 പേര്, എൻ്റെ കൊച്ചുമക്കളും ഞാനും വൈഫും മക്കളും എല്ലാം കൂടി താമസിച്ചിടത്തുനിന്നാണ് ഞങ്ങളുടെ വീട് നിലം പൊത്തുന്നത്. ആർക്കും ഒരു കുഴപ്പവും പറ്റാത്ത രീതിയിൽ. ഇത് എങ്ങനെയായിരുന്നു? നിങ്ങൾ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് മാറി താമസിച്ചുകൊണ്ട് വലിയൊരു ആളപായം ഒഴിവായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുന്നറിയിപ്പൊന്നും ഞങ്ങൾക്ക് വന്നില്ല. ഞങ്ങൾ ഈ സൈഡിൽ കൂടെയുള്ള ശരിക്കും മഴ തിമിർത്ത് പെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുഴയിലെ വെള്ളത്തിൻ്റെ സൗണ്ടും ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നിന്നിപ്പം ഇവിടെ പല മാറ്റങ്ങളും, ഇതിനു മുമ്പ് ആദ്യത്തെ ഉരുളല്ല പല ഉരുളുകളായിട്ടാണ് ഇതിലെ വന്നത്. അപ്പോൾ ആ ഉരുൾ പൊട്ടിയതിൻ്റെ ചെളിയുടെ മണവും ഇതൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം ഇത് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് ഞാനിവിടുന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് പോവുകയും അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട് മറിഞ്ഞു വീഴുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ആ സമയം ശബ്ദം കേട്ടതുകൊണ്ടാണ് എല്ലാവരും വീടിന് പുറത്തിറങ്ങിയത്. അതെ. ഇവിടെ ഈ സൈഡിൽ ഇവിടെ തന്നെയാണെങ്കിൽ റോഡിൻ്റെ കെട്ടും അതുപോലെ ഇവിടെയൊക്കെ തേക്ക് മരങ്ങളും, ഇവിടെ എൻ്റെ പറമ്പിൽ തന്നെ ഇവിടെ ഈ പറമ്പുകളെല്ലാം എന്ന് വെച്ചാൽ ധാരാളം തെങ്ങും മറ്റ് കൃഷി സ്ഥലങ്ങളുമായിരുന്നു. ഇതെല്ലാം കൂടി വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതോ അഗ്നിപർവ്വതം പൊട്ടുന്ന ഒരു സൗണ്ടായിട്ടാണ് ഇത് വരുന്നത്. ശരിക്കും ഞങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്ത് ചോദിച്ചാൽ വൈബ്രേഷൻ, ഈ കാണുന്ന പാറകളൊക്കെ അവിടുന്ന് വന്നതാണ്. ഇവിടെ കടകളുണ്ടായിരുന്നു, ഒരു പള്ളിയുണ്ടായിരുന്നു, ഇവിടെ വായനശാലയുണ്ട്. ഈ ഭാഗത്ത് ഉള്ള ഒരു നിമിഷ നേരം കൊണ്ടാണ് ഇതെല്ലാം തൂത്തെറിഞ്ഞ് പോകുന്നത്. ഇവിടെ ആ കാണുന്നിടത്തൊരു വീടുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു. അതൊന്നും നമുക്ക് കാണാനേ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു അംശമാണ് നമുക്ക് ഇവിടുന്ന് ഒരു 30 മീറ്ററോളം മാറിയിട്ടാണ് അത് അവിടെ അതിൻ്റെ വാർപ്പിൻ്റെ കോൺക്രീറ്റിൻ്റെ ചില കഷ്ണങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നമുക്ക് കാണിച്ചു തരാനായിട്ട് ഒന്നുമില്ല. ഇത് തന്നെയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ വീടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇത് മുഴുവനും ഞാൻ സ്വന്തം ചെലവിൽ ഇതൊക്കെ തട്ടി ലെവൽ ചെയ്ത് ഇട്ടതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, വണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് 15 ലക്ഷം രൂപ നമുക്ക് സർക്കാർ തന്നു. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ചേട്ടനൊരുപാട് വണ്ടി, കൃഷിയൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടില്ല? തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് എല്ലാവരും പറയുന്നത് തന്നെയാണ്, എനിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം ഉള്ളത്. തീർച്ചയായിട്ടും മറ്റു പലരും വില്ലേജ് ഓഫീസറോ കളക്ടറോ മറ്റവരെല്ലാം പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും കൊടുത്തതുപോലെയാണ്. അതായത് 5 സെൻറ്റ് ഉള്ളവർക്കും ഈ ഇത്രയും കൂടുതൽ നഷ്ടം വന്നവർക്കും എല്ലാം ഒരേ രീതിയിലാണ് കൊടുത്തത്. അതിലെനിക്കൊരു പ്രയാസമുണ്ട്. ഇവർ എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിരുന്നു, എന്തെല്ലാം സാധനം ഉണ്ടായിരുന്നു, ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് തരാൻ പറഞ്ഞു. ഇതെല്ലാം ലിസ്റ്റ് കൊടുത്തതാണ്. പക്ഷേ നമുക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഏതായാലും കൃഷി സ്ഥലങ്ങളും വാഹനങ്ങളും പിന്നെ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീട്ടു സാധനങ്ങൾ, വീട് പൂർണ്ണമായിട്ടും ഒക്കെ ഈ കൂട്ടത്തിൽ പോയതാണ്.
ഇപ്പം വീട് നിർമ്മാണം ഇപ്പം നിലവിൽ എന്താ അവസ്ഥ? എങ്ങനെ താമസിക്കുന്നു? ഇപ്പം ഞങ്ങൾക്ക് നമ്മൾ ഈ ഫണ്ട് കിട്ടിയത് കൊണ്ട് എന്ത് വെച്ചാൽ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങളുടെ KCBC അതിനുള്ള സഹായം വീട് വെക്കാൻ വേണ്ടി ഒരു സഹായം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലമെടുത്ത് എല്ലാം നിരത്തി കുറ്റി അടിച്ചിട്ടിരിക്കുന്നു. മഴയുടെ കൂടുതൽ കൊണ്ട് എന്ത് വെച്ചാൽ അവിടെ ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതേ കാലാവസ്ഥ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ എത്രയും വേഗത്തിൽ പണി ഞങ്ങൾ ആരംഭിക്കും. എത്രയും വേഗത്തിൽ. കാരണം പുതിയ റോഡായതുകൊണ്ട് അതിലെ വാഹനങ്ങൾ ലോഡുമായിട്ട് കയറാനുള്ള ബുദ്ധിമുട്ടാണ്. അതാണ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ. ഒറ്റ രാത്രി കൊണ്ട് സ്വരുക്കൂട്ടി വെച്ചതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് വിലങ്ങാട്ടുള്ളവരുള്ളത്. അർഹമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അർഹമായതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.